ഹായ് ഫ്രണ്ട്സ്, ഇവിടെ പരാമർശിക്കുന്ന സ്റ്റോക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിശയിപ്പിക്കുന്ന റിസൾട്ട് രേഖപ്പെടുത്തിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ നോക്കുക, അത് ഓൾമോസ്റ്റ് 1000% ആണ്. അതായത് കഴിഞ്ഞ 12 മാസങ്ങൾക്ക് മുമ്പ് ഒരു നിക്ഷേപകൻ 1 ലക്ഷം രൂപ ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ അത് 10 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന വില 72 രൂപ 50 പൈസയായിരുന്നു. ഏറ്റവും ഉയർന്ന വില 1314 രൂപയുമായിരുന്നു. അതായത് 72 രൂപയിൽ വാങ്ങാനും 1314 രൂപയിൽ വിൽക്കാനും ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷം അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്ക് 930 എന്ന ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന Q4 റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയ പ്രോഫിറ്റ് നോക്കുക, അത് 2187% ആണ്. മാർച്ച് 2023 -13 കോടി നെറ്റ് ലോസ് കാണിച്ച ഒരു കമ്പനി ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഒരു ക്വാർട്ടറിൽ 273 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഏകദേശം 20 മടങ്ങ് വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ 2023 മാർച്ചിന് ശേഷം ജൂൺ ക്വാർട്ടറിൽ 170 കോടിയുടെയും സെപ്റ്റംബർ ക്വാർട്ടറിൽ 202 കോടിയുടെയും ഡിസംബറിൽ 235 കോടിയുടെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർച്ചിൽ 273 കോടിയുടെയും ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വർധനവ് അതിൻ്റെ പ്രോഫിറ്റിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അതായത് 2023 മാർച്ചിൽ -13 കോടി നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഇങ്ങനെ ലാഭത്തിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കമ്പനിയുടെ PE റേഷ്യോ ഇപ്പോഴും ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോക്കിൽ ആ PE റേഷ്യോ താഴ്ന്നത്? ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 17.4 ഇൻഡസ്ട്രി PE 19.5 എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ PE റേഷ്യോ ഇങ്ങനെ താഴാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ബിസിനസ് ഒന്ന് നോക്കേണ്ടതുണ്ട്. കമ്പനി പ്രധാനമായിട്ടും അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് DRI അഥവാ സ്പോഞ്ച് അയൺ, അതുപോലെ പിഗ് അയൺ, ഫെറോ അലോയ്സ്, അലോയ് ആൻഡ് മിഡ് സ്റ്റീൽ ബില്ലറ്റ്സ്, റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ TMT ബാർസ്, അതുപോലെ വയർ റോഡ്സ്, ഡക്റ്റൈൽ അയൺ പൈപ്സ്, അലോയ് ആൻഡ് മിഡ് സ്റ്റീൽ ഹെവി റൗണ്ട്സ്, അങ്ങനെ ആ ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള സ്റ്റീൽ ആൻഡ് അയൺ പ്രൊഡക്റ്റുകളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഇവരുടെ ബിസിനസ് പ്രധാനമായും ഇന്ത്യയിലകത്ത് തന്നെയാണ്. 95% ബിസിനസ് നടക്കുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ്. എക്സ്പോർട്ട് ചെയ്യുന്നത് വെറും 5% മാത്രമേ ഉള്ളൂ. ഇവർക്ക് 8ഓളം ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഈ മിനറൽ റിച്ച് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒറീസ, ജാർഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളിൽ നിലവിലുണ്ട്. 2017-18 കാലഘട്ടം ഈ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയിരുന്നു. ഇപ്പോൾ RBIയുടെ കുപ്രസിദ്ധ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ ജയ് ബാലാജി ഉണ്ടായിരുന്നു. അതായത് കടം വാങ്ങിയിട്ട് കടം തിരിച്ചടക്കാതെ ഡിഫോൾട്ട് ചെയ്ത കമ്പനികളുടെ കൂട്ടത്തിൽ ആ കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഈ ജയ് ബാലാജി ഇൻഡസ്ട്രി. സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ഇവരെ വെട്ടിലാക്കിയത്. 2011-12 കാലത്ത് വന്ന ആ വിധി ആ കൽക്കരി പാടങ്ങൾ ലേലം ചെയ്തത് ഇല്ലീഗലാണെന്നും അങ്ങനെ ചെയ്ത എല്ലാ ലേലങ്ങളും റദ്ദാക്കണമെന്നുള്ള ഒരു വലിയ ഒരു വിധി പല കമ്പനികളെയും വെട്ടിലാക്കിയിരുന്നു. ആ കൂട്ടത്തിൽ ജയ് ബാലാജിയും ഉണ്ടായിരുന്നു. അപ്രതീക്ഷിത കോടതി വിധി ചെറിയ തോതിലൊന്നുമല്ല ജയ് ബാലാജി എന്ന കമ്പനിയെ പിടിച്ചുലച്ചത്. 3400 കോടിയുടെ കടബാധ്യത കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിയെ ഇവർ നേരിട്ടത്. ഇപ്പോൾ മൊത്തത്തിൽ ആ കമ്പനി പാപ്പരാകുന്ന അവസ്ഥയിൽ വരെ എത്തിയിരുന്നു. 2012 മുതൽ 2017 വരെയുള്ള നീണ്ട 5-6 വർഷങ്ങൾ ഇവർ അതിഭയങ്കരമായൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു.
ഇപ്പോൾ 2017 ഇവർ 22 ബാങ്കുകളടങ്ങിയ ഒരു കൺസോർഷ്യവുമായി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിലൂടെ ഇവരുടെ കടം ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് കമ്പനിയിൽ ചെറിയ തോതിലുള്ള ഒരു ജീവൻ വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഡെപ്റ്റ് റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഇവർ നല്ല രീതിയിലുള്ള ഒരു ചെലവ് ചുരുക്കൽ, അതേപോലെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ, അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ ഫാമിലികൾ നല്ല തോതിൽ പണം കമ്പനിയിൽ ഇറക്കിക്കൊണ്ടും, അതുകൂടാതെ വാറണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും, കൂടാതെ ഇവരുടെ പ്രൊമോട്ടർ ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ടുമൊക്കെ കമ്പനിയുടെ കടം വീട്ടി തുടങ്ങി. ഇപ്പോൾ 2013 -224 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനി പിന്നീട് നഷ്ടങ്ങളുടെ തുടർച്ചയായ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുക. 2014, 2015, 2016, 2017 ഒക്കെ. ഇപ്പോൾ 2020 അത് 100-നടുത്തേക്ക് കുറച്ച് കൊണ്ടുവരുവാൻ ഇവർക്ക് കഴിഞ്ഞു നഷ്ടം. 2021 അത് 100-ൽ താഴെയാവുകയും അങ്ങനെ ചെറിയ തോതിലുള്ള ഒരു മാറ്റം കമ്പനിയിൽ കാണാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ കാലയളവിൽ കമ്പനിയുടെ ക്യാഷ് റിസർവ് മൈനസ് ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം 2021 -1844 എന്ന ഒരു ഫിഗറാണ് ക്യാഷ് റിസർവിൽ നമ്മൾ കാണുക. അത് കൂടാതെ ആ സമയത്തുള്ള ബോറോയിങ്സ് 3434 എന്നും കാണാൻ കഴിയും. ഇതാണ് ഇവരുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ബോറോയിങ്സ് ആ ഒരു ഇയറിൽ 2021 കാണാൻ കഴിയും. ആ സമയത്തുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏകദേശം 2-നടുത്തായിരുന്നു. അതായത് ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആയിരുന്നു അപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ആ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇപ്പോൾ 0.31 ആയിട്ട് ഒരു സീറോ ഡെപ്റ്റിലേക്ക് കമ്പനി നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം കടം 473 കോടിയായി കുറഞ്ഞ്, കൂടാതെ ക്യാഷ് റിസർവ് 1340 വർദ്ധിച്ചുകൊണ്ട് ഈ കമ്പനി ഒരു ക്യാഷ് റിച്ച് കമ്പനിയായിട്ട് മാറുകയാണ് എന്നാണ് നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2021 ഇവരുടെ സെയിൽസ് 2785 കോടിയായിരുന്നു. അത് വർദ്ധിച്ച് 4602 കോടിയും 6125 കോടിയും ആയി. പിന്നീട് 2024 അത് 6414 കോടിയായിട്ട് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവരുടെ നെറ്റ് ലോസ് 2021 നെറ്റ് ലോസ് -76 ആയിരുന്നു. അവിടെ നിന്നാണ് പ്രോഫിറ്റിലേക്ക് 48 കോടിയും 58 കോടിയും, അങ്ങനെ 2024 850 കോടി എന്നുള്ള നെറ്റ് പ്രോഫിറ്റിലേക്ക് ഈ സ്റ്റോക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കമ്പനി അതിൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1000 കോടിയുടെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഫണ്ട് റൈസ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫണ്ട് റൈസ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കമ്പനിയുടെ ആ ഒരു ബാഡ് ഡേയ്സ് അതെല്ലാം അവസാനിച്ച് കമ്പനി ഇപ്പോൾ ആശ്വാസത്തോടെ വലിയ കടബാധ്യതകളില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവിന് കമ്പനി നന്ദി പറയുന്നത് അവരുടെ ഫൈനാൻഷ്യൽ ലെൻഡേഴ്സാണ്. പ്രത്യേകിച്ച് ഇവർക്ക് കടം കൊടുത്ത ബാങ്കുകൾ നല്ല തോതിൽ ഇവരുമായിട്ട് സഹകരിച്ചു. ഷോർട്ട് ടേം ഡെപ്റ്റൊക്കെ അവർ ലോങ് ടേമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. കൂടാതെ ഷെയർ ഹോൾഡേഴ്സ് നല്ല രീതിയിൽ സഹകരിച്ചു. ഷെയർ ഹോൾഡേഴ്സ്, പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഒക്കെ ചെറിയ തോതിൽ ഇവർ പ്ലഡ്ജ് ചെയ്തു. അതുപോലെ ഇവരുടെ എംപ്ലോയീസ് പൂർണ്ണമായിട്ട് ഇവരുടെ കൂടെ നിന്നു. അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്പനിയിൽ അടിയുറച്ച വിശ്വാസത്തോടെ ഇവരുടെ ആ ഒരു മൊത്തം സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടെ നിന്നു എന്നാണ് അവരുടെ തന്നെ ചെയർമാനും MD-യുമായ ജയ് ബാലാജി ഗ്രൂപ്പിൻ്റെ ചെയർമാനും MD ആയിട്ടുള്ള ആദിത്യ ജജോഡിയ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും കമ്പനിയുടെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് 28.4% ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഈ കമ്പനിയിൽ ഇപ്പോഴും ചെറിയൊരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്നാൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം 2017 65 എന്ന നല്ല ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കമ്പനി അവരുടെ ഈ കടം കാരണം അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് 58-ആയും 50 വരെയായിട്ട് കുറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നാൽ 2024 അത് വീണ്ടും 60-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ അത് 62% എന്നുള്ള അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് പെർസെൻറ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയ് ബാലാജിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 1300 എന്നുള്ളത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴ്ത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഇപ്പോൾ 28% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. 930 എന്ന ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ 850, 900 എന്നുള്ള ഒരു ലെവൽ അതിൽ എവിടെ സ്റ്റോക്ക് വരികയാണെങ്കിൽ
അത് നല്ലൊരു ബൈങ് ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. 720 വരെ താഴോട്ട് പോകാനുള്ള സാധ്യതയും ആ സ്റ്റോക്കിലുണ്ട്. പക്ഷേ കമ്പനിയുടെ ബിസിനസ് അനുദിനം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള റിസൾട്ടുകളും നന്നായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്ക് നല്ലൊരു ലോങ് ടേം ബെറ്റായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഇവിടെ നിങ്ങളോട് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് മാത്രം. ഇതൊരിക്കലും വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ അല്ല. ഡു യുവർ ഓൺ സ്റ്റഡി ബിഫോർ ഇൻവെസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.